ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. മനുഷ്യനെ ഭരിക്കുന്നത് സാത്താനോ ദൈവമോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. കഴിഞ്ഞ 6 മാസത്തോളം ആയി വിവിധങ്ങളായ രോഗപീഠകളാൽ ഞാൻ കഷ്ടപ്പെട്ടു വരുന്നു. ഒന്നിൽ നിന്നും തുടങ്ങി തുടർച്ചയായുള്ള ശാരീരികവും മാനസികവുമായുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പലരും ഇതേ അവസ്ഥകൾ ഫേസ് ചെയ്യുന്നവർ ആയിരുന്നിരിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി തരുന്ന സഹനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും എല്ലാം. ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഉപേക്ഷിച്ചു കളയുന്നതിനും വേണ്ടി സാത്താൻ പഠിച്ച പണികൾ എല്ലാം പുറത്തെടുക്കും. സമ്പൂർണ്ണ ബൈബിളിൽ പിശാച് എന്ന പദം 65 പ്രാവശ്യവും സാത്താൻ എന്ന പദം 20 പ്രാവശ്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പിശാച് എന്ന പദം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത് സുവിശേഷങ്ങളിൽ ആണ്. പഴയ നിയമത്തിലെ ജോബിൻ്റെ കഥ ഓർമ്മിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗപീഠകളെ രണ്ടായി തരം തിരിക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ്. ബിബ്ലിക്കൽ തിയോളജിയിൽ പറയുന്നത് ജന്മന ഉള്ള രോഗങ്ങളും ജന്മന അല്ലാത്ത രോഗങ്ങളും എന്നാണ്. യേശു നടത്തിയ രോഗശാന്തി ശുശ്രൂഷകളിൽ എല്ലാം തന്നെ ഈ കാര്യം തരം തിരിച്ചു പറയുന്നത് ശ്രദ്ധിക്കുക. ജന്മന അന്ധനായവൻ, ജന്മന തളർവാദ രോഗി ആയവൻ, ഇവയൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് നൽകുന്ന രോഗങ്ങളാണ്. ഇനി ജന്മന അല്ലാത്ത രോഗങ്ങൾ, അവയാകട്ടെ അവയുടെ പിന്നിലെല്ലാം സാത്താൻ്റെ കുടിലമായ തന്ത്രങ്ങളുടെ നിഴൽ കാണുവാൻ സാധിക്കും. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. വെളിപാട് പുസ്തക പ്രകാരം ഭൂമിയിൽ മനുഷ്യനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ്. ഭൂമിയിലെ സർവചരാചരങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത്, ദൈവാത്മാവാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്രകാരം ദൈവാംശമുള്ള മനുഷ്യനെ സാത്താൻ ഭരിക്കുവാൻ തുടങ്ങുന്നത് മനുഷ്യൻ തൻ്റെ ജനനശേഷം എന്നു മുതൽ പാപം ചെയ്യുവാൻ ആരംഭിക്കുന്നുവോ ആ നിമിഷം മുതൽ സാത്താൻ അവൻ്റെ മേൽ ഭരണം നടത്തുവാൻ തുടങ്ങുന്നു. ഞാൻ പണ്ട് വായിച്ച ഒരു പുസ്തകത്തിൽ ദിവസവും കുമ്പസാരിച്ചിരുന്ന ഒരു മാർപ്പാപ്പയെ പറ്റി എഴുതിയിട്ടുള്ളത് ഓർക്കുന്നു. മാർപ്പാപ്പയുടെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. സാമ്പത്തികമായോ ആരോഗ്യപരമായോ മറ്റൊരുവന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ചിന്തയോ വാക്കോ പ്രവൃത്തികളോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദൈവീകമല്ല, മറിച്ച് സാത്താനികമായ പ്രവൃത്തിയാണ്. 5 മാർഗങ്ങളിലൂടെയാണ് ബൈബിളിൽ സാത്താൻ മനുഷ്യരുടെ മേൽ ഭരണം നടത്തുന്നതായി കാണുവാൻ സാധിക്കുക. 1 സമ്പത്ത്, 2 ലഹരി, 3 സ്ത്രീ, 4 അസത്യം അഥവാ നുണപ്പറച്ചിൽ, 5 രോഗങ്ങൾ. ഈ 5 മാർഗങ്ങൾ അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും സാത്താൻ മനുഷ്യനിൽ പ്രവേശിക്കുന്നതായി ബൈബിളിൽ കാണുവാൻ കഴിയുകയില്ല. അതിനാൽ ഈ 5 മാർഗത്തെയും വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടത് ദൈവാത്മാവ് നിറഞ്ഞ ഓരോ മനുഷ്യൻ്റെയും കടമയും ഉത്തരവാദിത്വവും ആണ്. സകലവും നന്മയ്ക്കായി തീർത്ത ദൈവം നിന്റെ മേലുള്ള രോഗങ്ങൾക്കോ നിന്റെ സ്ഥല കച്ചവടം നടക്കാത്ത അവസ്ഥയെയോ അല്ലെങ്കിൽ നീ വസിക്കുന്ന ഇടത്തിലെ അശുഭകരമായ പ്രശ്നങ്ങളുടെയോ ഉത്തരവാദിയല്ല. സദാ പ്രാർത്ഥിക്കുക എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നതിൻ്റെയും
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെയും പൊരുൾ സാത്താനികമായ കാര്യങ്ങൾ ദൈവാംശമുള്ള നാം ഓരോരുത്തരുടെയും മേൽ ഭരണം നടത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. പ്രാർത്ഥനയാണ് സാത്താന് എതിരെയുള്ള ആയുധം. ദൈവം അനുവദിച്ചു തരാത്ത ചില സഹനങ്ങൾ സാത്താൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യർ നിനക്ക് ഇരിക്കട്ടെ ഇത് എന്നും പറഞ്ഞു വെച്ച് തരാറുണ്ട്. അത്തരം സഹനങ്ങളെ നാം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ സാത്താൻ നമ്മെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കുവാനും നിരാശയിൽ നിബദിക്കുവാനും കൂടെ കൂടെ ജീവിതം മടുത്തല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുവാനും ചിലപ്പോൾ അപകടമരണമോ ആത്മഹത്യകളോ നടക്കുവാനും ഇടയാകുന്നു. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരുടെയോ കൗൺസിലർമാരുടെയോ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അവർ പറയും, ഇന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്. നിങ്ങൾ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം കഴിയും, 2 ദിവസം കഴിയും, പിന്നെ 1 മാസം കഴിയും. ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ പോയി അവരോട്, ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുക. പിന്നെയും നിങ്ങളുടെ സഹനങ്ങൾ കൂടിക്കൂടി വരികയാണെങ്കിൽ ക്രൂശിത രൂപത്തിന് മുന്നിൽ തിരികൾ കത്തിച്ചു വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്താൽ പാപികളെ വീണ്ടെടുത്തുവെന്നും അങ്ങ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ കുരിശിനാൽ എന്നെയും എൻ്റെ ഭവനത്തെയും കാത്തുകൊള്ളണമേ. ഞങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാത്താനികമായ പ്രവൃത്തികൾ എവിടെ നിന്നും വരുന്നുവോ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കണമേ. മേലിൽ ഒരു കാലത്തും അവ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ഇടവരുത്തല്ലേ. ഓരോ ദിവസവും 7 പ്രാവശ്യം വീതം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ 14-ാം ദിവസം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. സാത്താൻ പരാജയപ്പെടുകയും ഉത്തിതനായ ക്രിസ്തുവിൻ്റെ പ്രകാശം ഭവനങ്ങളിൽ വന്നും നിറയുവാൻ ഇടവരികയും ചെയ്യും. ഒരു തരത്തിലും സാത്താൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല എങ്കിൽ മാത്രം ഇപ്രകാരം ക്രൂശിത രൂപത്തിന് മുന്നിൽ കണ്ണുകൾ അടച്ച് മെഴുകുതിരികൾ കത്തിച്ച് കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എവിടെ നിന്നാണോ ഈ ദുഷ്ടാരൂപികൾ എനിക്കെതിരെ വരുന്നത് അത് അങ്ങോട്ട് തന്നെ കർത്താവെ അങ്ങയുടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ അങ്ങോട്ട് തന്നെ തിരിച്ച് അയക്കണമേ. ശത്രുക്കളോട് കർത്താവ് ക്ഷമിക്കുവാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ സാത്താനോട് കർത്താവ് ക്ഷമിക്കുവാൻ പറഞ്ഞിട്ടില്ല. സാത്താനോട് ഒരു ക്ഷമയും കാരുണ്യവും കാണിക്കേണ്ട ആവശ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഇല്ല. അടുത്ത എപ്പിസോഡിൽ നെഗറ്റീവ് എനർജിയുള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാം. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.